മാധ്യമം എഡിറ്റോറിയൽ 2022 ജൂലൈ 22 വെള്ളി. ഭരണഘടനയുടെ കാവലാളാകട്ടെ പുതിയ പ്രഥമ പൗര. സ്വാതന്ത്ര്യലബ്ധിയുടെ 75-ാം വർഷത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വോട്ടോടുകൂടി ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ ആദ്യ ഗോത്രവർഗ ഗവർണറായി രേഖപ്പെടുത്തപ്പെട്ട ദ്രൗപദി ഇനി മുതൽ അറിയപ്പെടുക ഇന്ത്യയിലെ ആദ്യ ഗോത്രവർഗ രാഷ്ട്രപതി, സ്വാതന്ത്ര്യത്തിനു ശേഷം ജനിച്ച ആദ്യ രാഷ്ട്രപതി, ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി തുടങ്ങിയ വിശേഷണങ്ങളോടെയാവും. വളരെ കൃത്യതയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പരമോന്നത പദവിയിലേക്കെത്തുന്നത്. കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ആദിവാസി ദലിത് സമൂഹങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാനും അവരുടെ വിശ്വാസ്യത ശക്തമാക്കാനുമുള്ള ഏറ്റവും മികച്ച രാഷ്ട്രീയ ചുവടുവെപ്പായി RSS നേരത്തെ തന്നെ മുർമുവിൻ്റെ സ്ഥാനാരോഹണത്തെ മനസ്സിലാക്കിയിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും BJP അവരുടെ പേര് ഗൗരവത്തിൽ ചർച്ച ചെയ്തത്. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുന്നതിലും രാഷ്ട്രീയ നൈതികത നേടുന്നതിലും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ BJPക്ക് സാധിച്ചു. UPയിലെ ദലിത് സ്വത്വത്തെ ഹിന്ദുത്വയിൽ ലയിപ്പിച്ച പോലെ കിഴക്കൻ മേഖലയിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെയും ഹിന്ദുത്വ വോട്ട് ബാങ്കാക്കി പരിവർത്തിപ്പിക്കാനുള്ള സംഘപരിവാർ ശ്രമത്തിലെ നിർണായക ചുവടുവെപ്പിൻ്റെ വിജയം കൂടിയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ഈ മികച്ച മുന്നേറ്റം. ഇതിൻ്റെ പ്രതിഫലനം ഒഡീഷയിലും ജാർഖണ്ഡിലും ബീഹാറിലും മാത്രമല്ല പശ്ചിമ ബംഗാളിലും ഉണ്ടാകും. പ്രതികൂല സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ദ്രൗപദി മുർമു ഏറെ നിർണായകമായ കാലഘട്ടത്തിൽ ഭരണഘടനയുടെയും രാജ്യത്തിൻ്റെയും പരമോന്നത പദവി ഏറ്റെടുക്കുന്നത് വിവേചനങ്ങളുടെ സ്ത്രീ ജീവിതാനുഭവങ്ങളെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. രാജ്യത്തെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട സമൂഹമാണ് ആദിവാസികളും സ്ത്രീകളും ന്യൂനപക്ഷം. അടിത്തട്ടിൽ കഴിയുന്ന അത്തരം സമൂഹത്തിൽ നിന്ന് ഭരണഘടനയുടെ പരിരക്ഷയാകുന്ന മഹോന്നത വ്യക്തിത്വം എന്ന നിലയ്ക്ക് ദ്രൗപദി മുർമുവിന് നീതി നിഷേധിക്കപ്പെടുന്നവരുടെ വേദന മനസ്സിലാക്കാനും അവരുടെ പക്ഷം ചേരാനും വേഗത്തിൽ കഴിയേണ്ടതാണ്. ജാർഖണ്ഡ് ഗവർണറായിരിക്കെ ആദിവാസി ഭൂമി കൈമാറ്റം ലഘൂകരിക്കാനുള്ള BJP സർക്കാരിൻ്റെ ബില്ല് തിരിച്ചയക്കാനുള്ള ധീരത അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ വിശ്വസ്തയാണെങ്കിലും ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിയുടെ തേട്ടത്തെ കേൾക്കാൻ സന്നദ്ധമാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ചുരുങ്ങിയ പക്ഷം കോർപ്പറേറ്റ് വികസനത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്ന ആദിവാസികളുടെ പ്രതീക്ഷകളെയെങ്കിലും സഫലീകരിക്കാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. ഭരണഘടനയുടെ കാവലാളായി നിലയുറപ്പിച്ച ധീരയായ രാഷ്ട്രപതിയായി ചരിത്രത്തിൽ അവരുടെ പേര് രേഖപ്പെടുത്തപ്പെടട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.